റെഡി 1 2 3. അയ്യോ ഈ സംഭവം വേറൊന്നുമല്ല. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പോകുന്ന വേളാങ്കണ്ണി ഞങ്ങൾ വേറൊരു വഴിക്ക് ഒന്ന് കറങ്ങി നോക്കിയതാ. കൊല്ലം ചെങ്കോട്ട വഴി വേളാങ്കണ്ണി. ട്രെയിൻ യാത്ര ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും പോയിരിക്കേണ്ട ഒരു വഴിയാണത്. കേരള തമിഴ്നാട് ബോർഡറിൽ ഇതേപോലെ ട്രെയിൻ റൂട്ട് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും മനോഹരമാണ്. ഉച്ച തൊട്ട് അടുത്ത ദിവസം രാവിലെ 5:30 വരെയുള്ള ഈ യാത്ര. നമ്മുടെ തമിഴ് സിനിമയിലും മലയാള സിനിമയിലുമായിട്ട് പല പ്രാവശ്യം നമ്മൾ കണ്ടുപോയിട്ടുള്ള ഒരു പാലമുണ്ട്, ചെങ്കോട്ട പാലം. പക്ഷെ തമാശ വേറൊന്നുമല്ല, ഞങ്ങൾ പോലും മണ്ടന്മാരായിക്കൊണ്ട് അതിലൊരു 5-6 പാലം ഞങ്ങൾ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് പാലം എന്ന് ഒരു 5-6 പ്രാവശ്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ യാത്രയിലുടനീളം ഞങ്ങൾക്ക് ഗുഹകളുടെ ഒരു മേളമായിരുന്നു ശരിക്കും. 4, 5, 6 ഗുഹകൾ ഞങ്ങളുടെ കണക്കുകൾ പോലും തിരിച്ചുകൊണ്ട് കടന്നുപോയായിരുന്നു. ഒരു ട്രെയിൻ യാത്ര ഇത്രത്തോളം സന്തോഷം തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇതിലേതാണ് തമിഴ്നാട്, ഇതിലേതാണ് കേരളം എന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ കുറേ വന്നു പോയായിരുന്നു. വൈകുന്നേരം ഒരു 7-7:30 ആകുമ്പോഴത്തേക്കും ചെങ്കോട്ട എത്തും. എനിക്ക് ഏറ്റവും കൗതുകം തോന്നുന്ന ഒരു കാര്യം വേറൊന്നുമല്ല, അവിടുത്തെ ആൾക്കാരെ. ഈ റൂട്ടിലൂടെ അധികം ട്രെയിൻ പോകാത്തതുകൊണ്ടാണോ എന്താണ് കാര്യം എന്നറിയില്ല, ചെങ്കോട്ടയിലെ ജനങ്ങൾ ഈ ട്രെയിൻ വരുന്നത് കണ്ടിട്ട് സന്ധ്യാസമയത്ത് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു വശത്ത് കൗതുകവും മറുവശത്ത് കുറച്ച് പേടിയും തന്നൊരു മൊമെന്റ് ആയിരുന്നു. ആദ്യത്തെ ഒരു പാലോ ഒരു ഗുഹയും കടന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും അതാണ് ചെങ്കോട്ട പാലം എന്ന്. പക്ഷെ അതല്ല, 1, 2, 3 പാലം കഴിയുമ്പോഴാണ് ഒറിജിനൽ പാലം ഫ്രണ്ടിലെത്തുന്നത്. എന്താണെന്നറിയില്ല, ഓരോ ഗുഹ കഴിയുന്തോറും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കൂക്കുളിയുടെ ശബ്ദം കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. തൊണ്ട വേദനിച്ചിട്ടാവും. സാധാരണ മടുപ്പിക്കുന്ന ട്രെയിൻ യാത്രകളെല്ലാം ശരിക്കും എന്റർടൈൻമെന്റ് ആക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും. അത് മുതിർന്നവരാവാം, ചിലപ്പോൾ കൊച്ചുകുട്ടികളാവാം. അതെ, ഇവിടെയും ആ മടുപ്പ് വരുത്തുന്നത് കൊച്ചുകുട്ടികൾ തന്നെയായിരുന്നു. അവരാണ് സ്കോർ ചെയ്തത്. ഓരോ യാത്രകളും നമുക്ക് പല പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പോരാത്തിന് നല്ല കുറേ മെമ്മറി. പ്രാവശ്യത്തെ വേളാങ്കണ്ണി ട്രിപ്പ് ഓഫ് സീസണിലായതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. മലയാളികൾ തീരെ കുറവായിരുന്നു. സീസൺ അല്ലാത്തതുകൊണ്ട് റൂമിന് വില കുറയുമെന്ന് വിചാരിച്ച് ഞങ്ങൾ മണ്ടന്മാർ. എന്നത്തെ പോലെ റൂമിന് സെയിം റേറ്റ് ആയിരുന്നേ. പക്ഷേ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഇപ്രാവശ്യം കിട്ടിയത് ഒരു മലയാളി നടത്തുന്ന ഒരു സ്റ്റേ. അവരുടെ ഒരേ ഒരു കോർഡിനേഷനും കോർപ്പറേഷൻ കമ്മിറ്റ്മെന്റും കൊണ്ട് ഞങ്ങൾ ആ 2-3 ദിവസം അടിപൊളിയായിട്ട് അവിടെ കഴിഞ്ഞുകൂടി. എന്നത്തെയും പോലും കാണണം എന്ന് പറഞ്ഞ് നടന്നു വെച്ച സ്ഥലങ്ങൾ പോലും ഇപ്രാവശ്യം കാണാണ്ട് റിട്ടേൺ പോരേണ്ടി വന്നു. പുറത്തോട്ടിറങ്ങിയ കൈയും കാലും പോണുള്ള വെയിൽ, പിന്നെ ആര് കാണാൻ പോകാനാണ്.